നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കൊണ്ടുവരും ഞാൻ ഊട്ടിയുറപ്പിച്ച് മെരുക്കിയെടുത്ത് ചെയ്തവർക്കെതിരെ ആഞ്ഞടിക്കാൻ കൊണ്ടുവരും ഞാൻ. നീ എന്താ മോളെ എന്തൊക്കെയോ മനസ്സിൽ വെച്ചോണ്ട് പറയുന്ന പോലെ? ഈ ചതിക്ക് പിന്നിൽ വേറെ ആരെങ്കിലും ഉണ്ടോ? ഈശ്വര, പിന്നെ നീ എന്നെ ഭയപ്പെടുത്തുവാണോ? ഇത്രയും തകർന്ന അവസ്ഥയില് അവനെ ദ്രോഹിക്കാൻ പോലും ഒരുമിട്ടിറങ്ങിയവര് മനുഷ്യരാണോ? നീ മനുഷ്യര് തന്നെ, നല്ല ഒന്നാം തരം സ്യൂട്ടും കൂട്ടുവിട്ട മേലാളന്മാർ തന്നെ. പക്ഷെ അവർക്കെതിരെ ശബ്ദമുയർത്താൻ നമ്മുടെ കയ്യിലിപ്പോ തെളിവുകളില്ലാതെ പോയി. അല്ലെങ്കിൽ തെളിവുകളെല്ലാം അമ്മയ്ക്കും എനിക്ക് നേരെ അവര് തിരിച്ചുവിട്ടു. ഭക്ഷണത്തിൽ വന്ന വിഷമൊക്കെ കാർത്തികയെ കാണാതെ അതിന്റെ തുടർച്ച മാത്രമാണമ്മേ. എന്തിനാ മോളെ അവരിതൊക്കെ ചെയ്യുന്നത്? എന്ത് കാര്യത്തിനാ അവരിങ്ങനെ വിഷ്ണുവിനെ ദ്രോഹിക്കുന്നത്? ഉത്തരം സിമ്പിൾ അല്ലേ അമ്മേ? അമ്മയിലൂടെ അമ്മ കൊടുക്കുന്ന ഭക്ഷണത്തിലൂടെ വിഷ്ണുവേട്ടൻ മരണപ്പെട്ട അവരവരുടെ രണ്ട് ശത്രുക്കളുടെ പതനമാ കാണുന്നത്. ഒന്ന് വിഷ്ണുവേട്ടൻ, പിന്നെ ഞാൻ. ഈശ്വര, ഇതറിയുമ്പോ സത്യമ്മ വെറുതെ ഇരിക്കുന്ന അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? അമ്മയ്ക്ക് സ്വസ്ഥത കിട്ടുമെന്ന് നമുക്ക് കരുതുന്നുണ്ടോ? അങ്ങനെ ചെയ്തവർക്കും ചെയ്യിച്ചവർക്കും ഒരുപാട് പ്ലാനും പദ്ധതികളും ഒക്കെ ഉണ്ടായിരുന്നു. ദയവായിട്ട് അമ്മേ എന്നെ ആ സമയത്ത് അവിടെ എത്തിച്ചത്. ഈശ്വര, അതുകൊണ്ട് ഒരാളുടെയും ഒരു പദ്ധതിയും നടന്നില്ല. മോളെ ഇനി ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടാവോ? കേട്ടിട്ട് എനിക്ക് പേടിയാവുന്നു. പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു. കാരണം ശത്രുക്കൾ പ്രബലരാ. അവരേതു വഴിയും നോക്കും. പരാജയപ്പെടുത്താൻ അവര് നോക്കും. പരാജയപ്പെടാതിരിക്കാൻ നമ്മൾ നോക്കണം. കാർത്തികയെ കണ്ടെത്തുന്നവരെ ഇതുപോലുള്ള നീക്കങ്ങൾ ഇനിയും ഉണ്ടായേക്കാം. ഈശ്വര, നമുക്ക് ചുറ്റും ഒരുപാട് മുതലെടുപ്പുകൾ നടക്കുന്നുണ്ടമ്മേ. ശക്തമായ ഒരു ബ്രെയിനും വർക്ക് ചെയ്യുന്നുണ്ട്. അവരൊരുക്കുന്ന കുഴികളിൽ വീഴാതെ അവർക്കെതിരെ പോരാടാൻ കഴിഞ്ഞാൽ മാത്രമേ നമുക്കിവിടെ പിടിച്ചു നിൽക്കാൻ പറ്റൂ. ഇല്ലെങ്കിൽ ഇപ്പൊ പെട്ടതുപോലെ നമ്മൾ ഇനിയും പെടും. എന്റെ ദേവി, എന്നെ എന്തിനാ ഇങ്ങനെ കൊല്ല ചെയ്യുന്നേ? എന്നിട്ട് നിനക്ക് എന്ത് കിട്ടാനാ? മോക്ഷം. നിന്നെ ഇങ്ങനെ മാറി മാറി താമസിപ്പിച്ച് നിന്നെ ഇഞ്ചിഞ്ചായിട്ട് ഇങ്ങനെ കൊല്ലുന്നതിന് എനിക്ക് കിട്ടുന്നത് മോക്ഷമാ. കാരണം ഇതൊരു പുണ്യപ്രവൃത്തിയാണല്ലോ. ദയവ് ചെയ്ത് എന്നെ ഒന്ന് വെറുതെ വിട്. ഞാൻ വേണേ നിന്റെ കാല് പിടിക്കാം. ഹാ, അപ്പൊ പിന്നെ എനിക്ക് മോക്ഷം കിട്ടേണ്ടി പോത്തെ. ഭൂമിയിൽ ചെയ്യുന്ന സൽപ്രവർത്തികള് കൂട്ടി നോക്കിയിട്ടാ പരലോകത്ത് ചെല്ലുമ്പോ സ്വർഗം കിട്ടുമോ നരകം കിട്ടുമോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. നിന്നെപ്പോലൊരു ലോക ഫ്രോഡിനെ ശരിക്കൊന്ന് പെരുമാറിയിട്ട് വന്ന എനിക്ക് കിട്ടാൻ പോകുന്നത് സ്വർഗം തന്നെയാ. നീ ആരെയൊക്കെയാ വഞ്ചിച്ചതെന്ന് നിനക്കറിയാമോ? ആദ്യം നിന്നെ ജനിപ്പിച്ച നിന്റെ തന്തയും തള്ളേ. അവര് നിന്നെ ജനിപ്പിച്ചു എന്നൊരൊറ്റ തെറ്റേ ചെയ്തിട്ടുള്ളൂ. പിന്നെ നീ ചെയ്ത തെറ്റെന്താ? നിന്നെ സഹായിച്ച് നിന്റെ കഥകള് മനസ്സിലാക്കി നിനക്ക് താങ്ങാനും തണലാവാനും അവസരം ഉണ്ടാക്കി തന്ന വിഷ്ണുവിനെ അവനെ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചില്ലേ? അത് തെറ്റല്ലേ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.